സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം എൻ്റെ കാര്യം. തീരെ കൺസിസ്റ്റൻസി ഇല്ല, മര്യാദക്ക് വർക്കൗട്ട് ചെയ്യാറില്ല, അതുപോലെ തന്നെ മര്യാദയ്ക്ക് പഠിക്കാറില്ല, ഒരു ഫോക്കസ് ഇല്ല, റീൽസ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ആസ് എ മുസ്ലിം നിസ്കാരില്ല, ഖുറാനില്ല, ഒന്നുമില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ മൊത്തം ഡിസ്ട്രാക്റ്റായി ഒന്നിനും പറ്റാണ്ട് ഇരിക്കുകയാണ് ഞാൻ. എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല, ആകെ മൊത്തം കൺഫ്യൂഷൻ. ഫ്യൂച്ചറിനെ കുറിച്ച് ആദ്യമൊക്കെ ഒരു ധാരണ, പക്ഷെ അതൊക്കെ പോയി. ആൻഡ് ഐ ഫീൽ സംതിങ് ലൈക്ക് ഐ ലോസ്റ്റ്. എവിടെയോ എനിക്കൊന്ന് നഷ്ടപ്പെട്ട പോലെ. അതായത് ഉള്ളിൽ ആ ഒരു തീ ഉണ്ടല്ലോ, ആ തീ എനിക്ക് നഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ ബോക്സിങ്ങിന് മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ 3-4 മാസം മുമ്പേ ആ ഒരു തീ ഉണ്ടാവും. അതായത് ദിവസം ട്രെയിൻ ചെയ്യലും അതുപോലെ തന്നെ അതിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തലൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്സാംസ് വരുമ്പോൾ ആ 2 മാസം മുന്നേ ഞാൻ എന്ത് ചെയ്യും, റിവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കുമായിരുന്നു. ഒരു 18 വയസ്സിന്, അതായത് 18 വയസ്സിന് മുമ്പ് കിട്ടും. ആഫ്റ്റർ ദാറ്റ് എല്ലാം മാറി. ലൈക്ക് ഇപ്പം എക്സാംസ് വന്നു, ഇപ്പോൾ സെമസ്റ്റർ എക്സാം വന്നു. തലേ ദിവസമായിട്ട് ഒരു തേങ്ങയും പഠിച്ചിട്ട് ബുക്കും തുറന്നിട്ടില്ല, വെറുതെ റീൽസും തോണ്ടിരിക്കുക. ആൻഡ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപെടുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുക. പിന്നെ എന്തൊരു മത്സരത്തിനൊക്കെ ആണെങ്കിൽ മര്യാദയ്ക്ക് ട്രെയിൻ ചെയ്യാണ്ടിരിക്കുക ഒരുപാട് എക്സ്ക്യൂസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ വർക്കിനൊക്കെ പോയിരുന്നു, പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോഴേ എന്തോരം പേര് വർക്കിന് പോയിട്ട് പോലും, എനിക്കറിയാവുന്നൊരു ഫൈറ്റുണ്ട്, ശ്രീജിത്ത് എന്നാണ് ശ്രീജിത്ത് എന്നാണ് ആളുടെ പേര്. ആള് രാവിലെ തന്നെ ട്രെയിനിങ്ങിന് വരും, അത് കഴിഞ്ഞിട്ട് ആൾ ഈ മരപ്പണി കേരളൊക്കെ അതിന് വർക്കിന് പോകും, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ട്രെയിൻ ചെയ്ത് വീട്ടിൽ പോകും. ആളുടെ ഫാമിലി കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യലും ഒക്കെ ആളെന്നെ നോക്കണം. അത്രയും അങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ട് പോലും ഞാൻ എന്ന വ്യക്തി ഇതുവരെയായിട്ടും ഒരു എഫേർട്ട് പോലും ഇട്ടിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കി. അതുപോലെ തന്നെ എക്സാംസിന് മര്യാദയ്ക്ക് പഠിക്കുന്നില്ല. ഞാൻ എടുത്തേക്കുന്ന കെമിസ്ട്രി, അത് ഞാൻ സ്പോർട്സ് കോട്ട വഴി കിട്ടിയതാണ്, പക്ഷേ അതായിരുന്നില്ല എൻ്റെ മെയിൻ ഗോൾ. അതായത് കെമിസ്ട്രി എടുക്കലായിരുന്നു, പക്ഷെ അതൊരു ഓപ്ഷൻ വെച്ചിരുന്നു, ബട്ട് എനിക്ക് കിട്ടിപ്പോയത്. പക്ഷേ എന്താ പറയാൻ, അതിൽ പിന്നീട് കിട്ടിയപ്പോൾ ബോക്സിംഗ് ആണ്. അപ്പോൾ അവിടുത്തെ ബോക്സിംഗ് ടീമുണ്ട് ക്രൈസ്റ്റ് കോളേജിൽ. അപ്പോൾ അപ്പോൾ മത്സരിക്കാൻ ഇറങ്ങാം, ഗ്രേസ് മാർക്കും കിട്ടും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കി ഇറങ്ങരുതാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, കരിയറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാന്ന് വെച്ചാൽ മൊത്തത്തിലാകെ ബ്രേക്കായി കിടക്കുന്നത് ഞാൻ. ലൈക്ക് മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ആൻഡ് സ്പിരിച്വലി മൊത്തത്തിൽ ഞാനിപ്പോൾ വീക്കാണ്. എൻ്റെ വെയിറ്റ് കൂടി. സാധാരണ ഞാൻ 80 മൈനസിലാണ് കളിക്കാറ്. ഇപ്പോൾ ഞാൻ 90 കിലോ ഉണ്ട്, 10 കിലോ ഓർക്കാണ്. ഡിസംബർ 2 എനിക്ക് മത്സരം ബോക്സിങ്. എനിക്കാണെങ്കിൽ ഇനി ഒരു മെഡൽ അടിക്കണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും വരുന്നില്ല. ലൈക്ക് എന്തോ ഒന്ന് ഞാൻ തേടിക്കൊണ്ടിരിക്കണ പോലെ. ഈ ഒരു 19ാമത്തെ വയസ്സായിപ്പോയി ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എനിക്ക്. അതായത് ജീവിതം കുറച്ചും കൂടി ഹാർഡാണ്. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. അത് ജീവിതം എനിക്ക് കുഴപ്പമില്ല, കുറച്ചൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചാൽ, അതായത് 18 വയസ്സ് വരെ, അതായത് ഞാൻ ട്രെയിനിങ് അതേപോലെ പഠിത്തം ഒക്കെ നോക്കി. പിന്നെ 19 വയസ്സായപ്പോൾ ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റ് ആയി. എൻ്റെ ഗോൾസിൽ നിന്നും പല കാര്യത്തെയും ഞാൻ ഡിസ്ട്രാക്റ്റ് ആയി. പിന്നെ കുറേ കാര്യങ്ങൾ ഒരു പ്രതീക്ഷ, എനിക്ക് ഹോപ്പ് നഷ്ടപ്പെട്ട പോലെ എൻ്റെ ഗോളിനോട്. എനിക്ക് ഇത് കിട്ടുമോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരാൻ തുടങ്ങി. അപ്പോൾ പലരും പറയും മോട്ടിവേഷൻ കേട്ടാൽ മതി, അങ്ങനെയല്ല എൻ്റെ കാര്യം. ലൈക്ക് എവിടെയോ എന്തോ ഒന്ന് ഞാൻ മനസ്സിലാക്കാനുണ്ട്, എന്തോ കാര്യം പഠിക്കാനുണ്ട് ഞാൻ. അപ്പോൾ ആ ലെസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. സോ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ
കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഇന്നത്തെ എൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ലൈക്ക് ഇത് മാത്രമല്ല, ഞാൻ ഇനി തൊട്ട് എൻ്റെ കാര്യം റീസെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു പ്ലാൻ ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇരുന്ന് ഞാൻ പ്ലാൻ ചെയ്യാൻ പോകണം. എൻ്റെ ഇതായപ്പോൾ ഒരു ബുക്കുണ്ട്. ഈ ബുക്കിൽ ഞാൻ പ്ലാൻ ചെയ്യാൻ പോകാം കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ, പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇരുന്ന് ഞാനിത് പ്ലാൻ ചെയ്യും. അതായത് ഇനി ഞാൻ എങ്ങനെയായിരിക്കണം ആൻഡ് എന്താണ് എൻ്റെ പ്ലാൻ എന്നും ഞാൻ നിങ്ങളെ അറിയിക്കും. ഓക്കെ, അങ്ങനെ ഗൈസ്, അങ്ങനെ എൻ്റെ കുറച്ച് കാലം ചിന്തിച്ചു. ഇപ്പോഴും എൻ്റെ മെയിൻ പ്രശ്നത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നും അതായത് ഒരു ക്ലാരിറ്റി ഇപ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഒന്നിറങ്ങാം. ഞാനിപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളും അതേപോലെ ChatGPT ഒക്കെ എടുത്തു. യൂട്യൂബ് വെറുതെ സ്ക്രോൾ ചെയ്തു. ഇൻസ്റ്റയിൽ പോയിട്ട് റീലുണ്ടായിരുന്നു. അതിലിങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അറിയില്ല. അപ്പോൾ ആ റീലെടുക്കാൻ നോക്കിയിട്ട് അതും കാണുന്നില്ല. പകരം റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയി. സോ ഐ ഡിസൈഡ് എ ന്യൂ തിങ് ലൈക്ക് ഇനി വരുന്ന 7 ദിവസം ഇന്ന് തൊട്ട് അതുപോലെ തന്നെ നാളെ, ഓക്കെ, നാളെ ഇന്നെന്തായാലും ഉറങ്ങാൻ പോകണം. നേരത്തെ കിടന്ന് ഉറങ്ങണം. സോ day 1 to day 7 ഐ നെവർ യൂസ് ഞാൻ ഒരിക്കലും, അതായത് ഈ ഒരു 7 ദിവസത്തിൽ ഞാൻ ഒരു കണ്ടൻറ്റും കൺസ്യൂം ചെയ്യില്ല. ഓക്കെ, ലൈക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വേറൊരു കണ്ടൻറ്റും ഞാൻ ഇവിടുന്ന് കൺസ്യൂം ചെയ്യില്ല. വെറുതെ ഇൻസ്റ്റ റീൽ ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ വേറെ യൂട്യൂബ് വീഡിയോ കാണില്ല, മൂവീസ് വാച്ചസ് ഒന്നും കാണില്ല. ഓൺലി മിനിമം ഞാൻ 3 ദിവസം പിടിച്ചിരിക്കാൻ നോക്കും. മിനിമം, അതായത് 3 ദിവസത്തെ, അതായത് ഇങ്ങനത്തെ റൂളാണ്. അതായത് ഒരു വീഡിയോയിൽ കണ്ടാണ് നോ ഔട്ട്പുട്ട് ഇൻ 3 days, നോ ഇൻപുട്ട് ഇൻ 3 days, 3 day നോ ഇൻപുട്ട്. അതായത് 3 ദിവസത്തേക്ക് നമ്മൾ ഒരു കണ്ടൻറ്റും അത് ഒന്നും നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇൻ്റർനെറ്റിലുള്ള പല കാര്യങ്ങളും, അതേപോലെ തന്നെ നോ റീഡിങ്, ക്രിയേറ്റ് സംതിങ്, എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കാൻ നോക്കണം. അതാണ് ഈ ഒരു 3 ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂട്ടണം. 7 ദിവസത്തേക്ക് 7 ദിവസം ഞാനൊരു അല്ലാത്തത് മാറി ഒന്ന് ലോക്ക് ചെയ്തിരിക്കാൻ പോകും. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ, ഇനി ഞാൻ സ്റ്റുഡൻ്റാണ്. അപ്പോൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണാനായിട്ട് യൂട്യൂബ് എടുക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുക വായിക്കുകയും അതേപോലെ വാട്സപ്പിൽ നോട്ട്സൊക്കെ റെഫർ ചെയ്തായിട്ട് ഞാൻ പഠിക്കും. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. എന്തായാലും മാർക്ക് കുറവായിരിക്കും ആൻഡ് ഒരു എക്സാമെങ്കിലും സപ്ലി വരാൻ ചാൻസ് ഉണ്ട്. ഇനി എനിക്കുള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹിന്ദി എക്സാം ഉണ്ട്, MDC ആൻഡ് ലാംഗ്വേജ് ആട്ടോ. അതേപോലെ തന്നെ ട്രേഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ്, ഒരു പേപ്പറുണ്ട്, അതിന് എനിക്ക് എക്സാം ഉണ്ട്. പിന്നെ ഫസ്റ്റ് സെമ്മിൽ 2 സപ്ലി ഉണ്ട്. അതും, അതായത് ഈ വരുന്ന നവംബർ 3 നവംബർ 18 എനിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതെനിക്ക് ക്രാക്ക് ചെയ്തെടുക്കണം. അതെങ്ങനെയെങ്കിലും എനിക്ക് പാസ്സാവണം. ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തോ സർക്കിൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ്, അത് വലിയ ഉറപ്പില്ല എന്നാണ് കോളേജ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും എഴുതാൻ തന്നെ തീരുമാനിച്ചു. ആൻഡ് നൗ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള ഇൻസ്റ്റാഗ്രാം, മറ്റു പല ആപ്പുകളെല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും. ഈ ഒരു 7 ദിവസത്തേക്ക് ഒന്നും ഞാൻ തുറക്കില്ല. മാത്രമല്ല, ഞാൻ പുതുതായി പ്ലാൻ ചെയ്യും എന്തൊക്കെയാണ് ഇനി എൻ്റെ അടുത്ത ഈ ഒരു വർഷത്തേക്ക്, അടുത്ത 2026 ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ അച്ചീവ് ചെയ്യണം. അതേപോലെ തന്നെ നിൻ്റെ പ്ലാൻ, നിൻ്റെ ഒരു വിഷൻ പോലും ഈ ഒരു വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യും. കാരണം പെട്ടെന്നൊരു ഗോൾ ഉണ്ടാക്കുക, അതായത് എല്ലാ ദിവസവും അങ്ങനെയാണ്. അതായത് ഒരു യൂട്യൂബ് ഉണ്ട്, എനിക്ക് ഇതാവണം അതാവണം, അതല്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് ആവണമെങ്കിൽ ഒരു കൃത്യമായൊരു പ്ലാൻ വേണം. അതായത് എനിക്ക് ആ ഒരു ഗോള് എനിക്ക് കൺമുമ്പിൽ കാണാൻ പറ്റണം, എനിക്കിവിടെ കാണാൻ പറ്റണം അത്. അപ്പോൾ അങ്ങനത്തെ ഒരു അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനും അതേപോലത്തെ ഒരു വിഷനും എനിക്ക് വേണം. എന്നാൽ മാത്രമേ എനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റൂ.
എനിക്കറിയാം, എനിക്കും എൻ്റെ ഫാമിലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല. ഫൈനാൻഷ്യലി സ്റ്റേബിൾ വെച്ചാൽ അൽഹംദുലില്ലാഹ് പഠിച്ചവൻ 3 നേരം ഭക്ഷണം തരുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്, എല്ലാ മനുഷ്യർക്കും അതെ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവനുണ്ട്. റിലേഷൻഷിപ്പ് എല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്ക് 19 വയസ്സ്. ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും. ഏർലി സ്റ്റാർട്ടിങ് എന്ന് പറയാനും. സോ ഈ ഒരു 7 ദിവസം കൊണ്ട് ഞാൻ പുതുതായി കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ വേറെ കാര്യം, ഈ ഓരോ ദിവസവും ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടോ, അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഞാൻ ഓരോ ദിവസവും വ്ളോഗ് എടുക്കും, പുതുതായി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും, എഴുതാൻ നോക്കും, ജേർണലിങ് നോക്കും, ആൻഡ് പഠിക്കാൻ നോക്കും. എക്സാമാണ്, പിന്നെ ട്രെയിൻ ചെയ്യാൻ നോക്കും. കാരണം എനിക്ക് ട്രെയിൻ ചെയ്തേ പറ്റൂ. കാരണം എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബോക്സിങ് എനിക്ക് എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. ഇറങ്ങണം. ജയിക്കോ തോക്കോ എന്നതൊക്കെ പടച്ചവൻ്റെ കയ്യിൽ. അത് കാരണം ആദ്യമൊക്കെ ഞാൻ ജയിക്കും, മെഡലടിക്കും, ഇത് ഫുൾ ഡേ വർക്കൗട്ട് സെറ്റാക്കണം, എനിക്ക് ഗോൾഡ് മെഡലാണ്. പക്ഷെ അടിച്ചില്ലെങ്കിലോ? അങ്ങനെ 3-4 വട്ടം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല രീതിയിൽ വർക്കൗട്ട് സെറ്റാക്കി കൊണ്ടുവരുമ്പോൾ ഞാൻ തോക്കും, സിൽവർ അല്ലെങ്കിൽ ബ്രോൺസ്. എന്നിട്ട് കുറേ നേരം ഇന്ന് വിഷമിക്കും, 3-4 ദിവസം ആ വിഷമം ഉണ്ടാകും, പിന്നെ വീണ്ടും ബാക്ക് ടു ലൈഫ്. സിൽവറും ശരിയാണ്, നമ്മൾ മെയിനായിട്ട് ഗോൾഡ് മെഡൽ തന്നെ നോക്കണം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ റിസൾട്ടിനും അതേപോലെ സ്റ്റാർട്ടിങ്ങിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതായത് ഒരു ജേർണി. ആ ഒരു ജേർണിയിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം, അതൊന്ന് എൻജോയ് ചെയ്യാം. ലൈക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, ട്രെയിനിങ്ങിലായാലും പഠിത്തത്തിലായാലും ജീവിതത്തിലായാലും. അതൊക്കെ എനിക്ക് ശരിയാക്കണം. അപ്പോൾ നാളെ തൊട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ തുടങ്ങണം. മാത്രമല്ല കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ഗോൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സാം പാസ്സാവണം, സപ്ലിമെൻ്ററി എക്സാം പാസ്സാവണം, ബോക്സിങ് കോമ്പറ്റീഷൻ റെഡിയാക്കണം, അതുപോലെ തന്നെ പടച്ചോണിലേക്ക് കൂടുതൽ എടുക്കണം എനിക്ക്. ഇതല്ലാണ്ട് വേറൊരു ലക്ഷ്യവും എനിക്കിപ്പോൾ ഇല്ല. ഇനിയും ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോസ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയി ഇടും. എന്തെങ്കിലും വീഡിയോയിൽ വല്ല മിസ്റ്റേക്ക്, അതായത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ വല്ല മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. സോ ബൈ, സ്റ്റേ ട്യൂൺ.